നമ്മളിപ്പം നമ്മളെ ഫ്രണ്ടിന് ഒരു അസൈൻമെന്റ് അയച്ചു കൊടുത്തു എന്ന് വിചാരിക്കാം. അവൻ ചോദിച്ചതാണ് എൻ്റെ അസൈൻമെന്റ് ഒന്ന് മോഡൽ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അയച്ചു തരാം. അപ്പോൾ നമ്മൾ അയച്ചു കൊടുത്തു. അവന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് മെസ്സേജ് ഇട്ടു, അല്ലെങ്കിൽ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു. താങ്ക് യുവിന്റെ കൂടെ ഒരു ഹാർട്ട് ഉണ്ട് എന്ന് വിചാരിക്കാം, ഒരു ഹാർട്ടിന്റെ ഇമോജി ഇട്ടു എന്ന് വിചാരിക്കാം. നമുക്ക് എന്തെങ്കിലും തോന്നുമോ? നമ്മൾ വിചാരിച്ചാ അവന് താങ്ക് യു പറഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ആ അസൈൻമെന്റ് അവന് നമുക്ക് അയച്ചു തന്നു, എന്നിട്ട് നമ്മള് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഹാർട്ടിന്റെ ഇമോജി ഇട്ടു. നമ്മൾ വിചാരിക്കും നമ്മൾ താങ്ക് യു പറഞ്ഞതല്ലേ, അതിനിപ്പോ എന്ത് തോന്നാനാണ് എന്ന് വിചാരിക്കും. പക്ഷേ അപ്പോഴേക്ക് ആൺകുട്ടികൾ പല സാധനങ്ങളും ചിന്തിക്കും എന്നതാണ് സയൻസ് പറയുന്നത്, ആൺകുട്ടികളും പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് തെളിവാ വേണ്ടേ അല്ലേ? അപ്പൊ നമ്മൾ അന്യപുരുഷന്മാരെ കാണുന്ന സമയത്ത്, അന്യപുരുഷന്മാരുമായിട്ട് നമ്മൾ സമ്പർക്കം പുലർത്തുന്ന സമയത്ത്, ആൺകുട്ടികളുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, അവരുമായിട്ട് ഇടപഴകുന്ന സമയത്ത്, പൊതുസമൂഹത്തിലേക്ക് നമ്മൾ പോകുമ്പോ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ, അങ്ങനെ അന്യപുരുഷന്മാരുമായിട്ടൊക്കെ നമ്മള് ഇടപഴകുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. നമ്മൾ ചില മര്യാദകൾ, ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്.